നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങള് ഒരു ചെറിയ തീർത്ഥാടനത്തിലായിരുന്നു. പഴനി, മധുര, അതുപോലെ പഴമുതിർച്ചോല ഒക്കെ പോയി ദർശനം കഴിഞ്ഞ് വന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇനി ഉച്ചക്കരക്കുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ചെറിയ 2-3 കറികൾ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒന്ന്, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം. അതിനായിട്ടൊരു ഉരുളക്കിഴങ്ങ് ചെറിയ മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലത്തെ മസാലക്കറി. അതുപോലെ സദ്യക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഓലനാണ്, കുമ്പളങ്ങ കൊണ്ടൊരു ഓലനാണ്. വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ഒന്ന് വറ്റട്ടെ. വെള്ളം ഉണ്ടല്ലോ, കണ്ടോ, വറ്റാനായിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ മുറുക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു. ഒരു സവാളയും നുറുക്കി വയ്ക്കാം. വെയിലൊക്കെ കാണുന്നുണ്ട്. രാവിലത്തെ അന്തരീക്ഷം മോശമായിരുന്നു. ഇപ്പോൾ ആ വെയിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് സവാളയും നുറുക്കിയെടുത്തു. ഉരുളക്കിഴങ്ങ് വേവാൻ സമയം എടുക്കൂല, അത് കാരണം നമുക്ക് കുക്കറിലൊന്ന് വെക്കാം. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടു, സവാള ഇട്ടു, 2 പച്ചമുളക് അതിലേക്ക് കീറിയിടാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒരു 2 വിസിലിടും. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ തയ്യാറാക്കാം കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം. നമ്മുടെ വീട്ടിലത്തെ ഇഞ്ചിയാണ് കേട്ടോ, നാടൻ ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചിക്ക് വലിപ്പം കുറവായിരിക്കും, പക്ഷെ പുറത്തിരുന്നാൽ ചീയൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചാലോ പുറത്തിരുന്നാലോ ഒന്നും ചീച്ചിൽ വരില്ല. ഉണങ്ങല്ലാണ്ട് ഈ സാധനം ചീയില്ല. അതാണ് നാടൻ ഇഞ്ചിയുടെ പ്രത്യേകത. ഒരു കഷ്ണം ഇഞ്ചി എടുത്തു. ചതച്ച് വെക്കാം കേട്ടോ. നമുക്കിതിൽ 2ലേക്ക് നമുക്ക് നാളികേരം പാല് വേണം. അപ്പൊ ഇതിന് പാലെടുക്കാം കേട്ടോ. നമുക്കതിന്റെ പാലെടുക്കാനായിട്ട് ഒന്ന് കറക്കിയാൽ പാല് കിട്ടും നന്നായിട്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 2-3 വിസിൽ വന്നു. ഇത് ഓഫാക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തുണ്ടാവും. ഓഫാക്കി. ഇത് വെള്ളം വറ്റിയോ? ഇത് വെള്ളം എന്താ വറ്റി കേട്ടോ. അത് ഞാൻ ഓഫാക്കണം. പാലെടുക്കാം. ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞാല് പാലെടുക്കാം കേട്ടോ. ഇത്ര പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിക്കാം. തീ ഒന്ന് കത്തിച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിക്കുകയാണ് ഏറ്റവും ശരി. എല്ലാം വറ്റിയിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. ഇത് കട്ടിയുള്ള പാലാണ് കേട്ടോ. പതുക്കെ ഒന്ന് തിളച്ചോട്ടെ. തിളച്ചു. ഓഫാക്കി കേട്ടോ. അപ്പം നമ്മുടെ ഓലൻ റെഡി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം.
നമ്മൾ കുമ്പളങ്ങ ഓല വെക്കുമ്പോൾ ഒട്ടും മുളകിടില്ല. ഉപ്പ് കുറച്ചിടാൻ പാടുള്ളൂ, അധികം ഉപ്പ് പാടില്ല. ഉപ്പില്ലാത്ത കറി എന്നാണ് ശരിക്കും പറയത്തില്ല, പക്ഷെ ചെറുതായിട്ട് ഉപ്പിടണം. പിന്നെ തെമ്പാൽ മാത്രമേ ഒഴിക്കുള്ളൂ, വെളിച്ചെണ്ണ ഒഴിക്കും, കറിവേപ്പില ഇടില്ല. അതാണ് ഇവിടുത്തെ കോലം. പിറന്നാള്, ശ്രാദ്ധം, അതുപോലെ ചെറിയ സദ്യകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഓലനാണ് വെക്കുക. ഇത് ഇരിക്കട്ടെ. ഓലൻ റെഡി. ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടേബിളിലേക്ക് ദാവ് കൊടുക്കാറാവും. അപ്പൊ നമ്മൾ ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? സാധാരണ മസാലക്കറി വെക്കുമ്പോൾ മസാലക്കറിക്ക് വേണ്ട സാധനങ്ങളാണ് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി. ഇത്ര ആയാലും മസാലക്കറി ആയി. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും തയ്യാറായിട്ടുണ്ട്. ഉള്ളി, ചുമന്നുള്ളിയാണ്, ഒരു 3-4 ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ വെളുത്തുള്ളി ചതച്ചു, ഇഞ്ചി ചതച്ചു, പച്ചമുളക് കീറി വെച്ചു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വഴറ്റാം. ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ല വാസന വരില്ലേ? അപ്പോൾ കളറ് മാറി. നമുക്കറിയാൻ ഏറ്റവും എളുപ്പം വാസന വരികയാണ്. വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഒന്ന് മൊരിയുമ്പോൾ വാസന വരും. വന്നു തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഇഞ്ചി ഇടാം. ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ചതക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചതച്ചാലാണ് ശരിക്കും ജ്യൂസ് ഇറങ്ങി വരുള്ളൂ. അരിഞ്ഞിട്ടാൽ പോരാ. ഇതാ ഇഞ്ചി ഇട്ടു. നമുക്ക് ആ പച്ചമുളക് ഇടാം. പിന്നെ ഉള്ളി ഇടാം. ഈ വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിനാണ് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് കറിവേപ്പില ഇടാം. നമ്മുടെ കുക്കർ എന്തായാലും തുറക്കാം. ഉള്ളി ഒക്കെ നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. തീ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് അതിലേക്ക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ കരിയും. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതുപോലെ എരിവ് കുറവ് മതിയതുകൊണ്ട് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി മസാലപ്പൊടിയാണ്, അത് ഒരു ടീസ്പൂൺ, 1-1.5 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടു. ഗരം മസാല നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിക്കോട്ടെ. പച്ചമണം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും അതിലേക്ക് ഇടാം. നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി കുറച്ച് ഉപ്പിടാം. ഉപ്പ് പൊടി ഇട്ടു. നന്നായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ മസാലക്കറി റെഡിയായി. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇനി നമുക്കതിലേക്ക് പാലൊഴിക്കണം. നാളികേരം പാൽ നേരത്തെ നമ്മൾ അടിച്ചു വച്ചതിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നന്നായിട്ടത് പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് ഈ അരിപ്പയിൽ അങ്ങോട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ആവും ചെയ്തു. ഇനി ഒന്ന് ഇളക്കി നോക്കട്ടെ, വെള്ളം പാകമാണോ എന്ന്. തിളയ്ക്കണം കേട്ടോ. അത് വെള്ളം ചേർത്ത് അടിച്ചതാണ് ഈ പാല്, അതുകൊണ്ട് നന്നായിട്ട് തിളയ്ക്കണം. ഉപ്പ് നോക്കട്ടെ.
ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇതാ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുതായി കേട്ടോ, നല്ല രസമായിരിക്കും. ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓഫാക്കാം, വാങ്ങി വയ്ക്കാം. മസാലക്കറിയും തയ്യാർ. രാജേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മസാലക്കറി. ഉപ്പ് നോക്കട്ടെ കേട്ടോ, സ്വാദൊക്കെ നോക്കട്ടെ. അടിപൊളി. അടച്ച് വയ്ക്കാം. അപ്പോൾ അടുത്ത പരിപാടി ചക്കയാണ് കേട്ടോ. ചക്ക, ബെസ്റ്റ് ചക്ക, ഇപ്പോൾ പള്ളത്തിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. അപ്പോൾ ഞങ്ങൾ എരിശ്ശേരി വയ്ക്കാൻ പോവാം കേട്ടോ. ചക്ക നുറുക്കിയത് കുക്കറിലിട്ടു. 1 സ്പൂൺ മുളക് പൊടി ഇടാം. എരിവ് നല്ല എരിവുണ്ടാവേ, അപ്പോൾ 1 സ്പൂണിന് മതി. ഉപ്പിടാം അല്ലേ. ഇട്ടു. വെള്ളം ഒഴിച്ചോളൂ. ഇനി അടച്ച് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിലായി കേട്ടോ. വാങ്ങി വയ്ക്കാം. ചക്ക 2 വിസിൽ വന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം, കുറച്ച് നാളികേരം വറുത്തിടണം. വറുത്തിട്ട് വയ്ക്കാം, കുറച്ച് അരയ്ക്കാം. ജീരകം കൂട്ടിയിട്ട് അരയ്ക്കാം. തുറക്കാം. വാങ്ങി വയ്ക്കാം. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. 2 സ്പൂണ് കടുകിട്ടു. പൊട്ടിക്കഴിഞ്ഞു. നാളികേരടാം. കറിവേപ്പിലിടാം. നല്ല വാസന വന്നു, വറവായ വാസന. അതാ പുളിവറമ്പിൻ്റെ നിറമായി. അമ്മി ഓഫാക്കാം. ചക്കരശ്ശേരി റെഡി. ചോറെടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചക്ക എരിശ്ശേരി. കുറച്ച് ചോറ് കൂടുതൽ കൂട്ടാൻ. പിന്നെ രാജാടിന് ഇഷ്ടപ്പെട്ടത് മസാലക്കറിയാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ല, കുറച്ച് മതി എനിക്ക്. പിന്നെ ഓലൻ, എരിവില്ലാത്ത കറി ഓലൻ, അതും കുറച്ച് മതി എനിക്ക്. എരിവ് വേണം ആവശ്യത്തിന്. ടേസ്റ്റ് എടുത്തോളൂ. മാങ്ങക്കറി ഉണ്ട്. പിന്നെ സ്പെഷ്യലി ചക്ക കൂട്ടാനുണ്ടെങ്കിൽ മാങ്ങക്കറി വേണം. നമ്മുടെ അന്ന് നുറുക്കിയിട്ട ചെത്തുമാങ്ങയാണ് കേട്ടോ. ടേസ്റ്റ് എടുത്തോ. ലെറ്റ് സ്റ്റാർട്ട് അല്ലേ. ശിവ. അങ്ങനെ ഇന്നത്തെ ഊണ്
അടിപൊളി കേട്ടോ. ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതാട്ടോ ചക്കരിശ്ശേരി. ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റണ നല്ല സ്വാദിഷ്ടമായ കറിയാണ് ചക്കരിശ്ശേരി. സദ്യക്ക് ഉണ്ടാക്കുന്ന കറിയാണ് ചക്കരിശ്ശേരി. ചക്ക എന്ന് പറഞ്ഞാൽ അല്ലേ? എങ്ങനെയുണ്ട്? മസാലക്കറി നല്ലതാണ്. പക്ഷേ എനിക്ക് ചക്കയും മസാലയും ഒക്കെ തന്നാൽ ഞാൻ എടുക്കുക ചക്കയാണ്. രാജയുടെ എടുക്കുക മസാലക്കറി. ജയശ്രീയോ? ചക്ക ഇഷ്ടം. നല്ലത് തന്നെ കേട്ടോ. സ്വാദുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിരുചികൾ ഉണ്ടാവില്ലേ? അതാണ്. എരിവില്ലാത്ത കറി ഓലൻ. ഇപ്പോൾ കുറച്ചുകൂടി മാങ്ങ നുറുക്കിടാന്ന് തോന്നുന്നു അല്ലേ? മാങ്ങ കുറച്ച് നുറുക്കിടായിരുന്നു അല്ലേ? അപ്പം ഇന്നത്തെ ഊണ് കുശാല. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ ചക്ക കൊണ്ട് ജയശ്രീ ഒരു കറി ഉണ്ടാക്കാൻ വേണം കേട്ടോ. ചായക്കുള്ള പലഹാരം. ഈ ചക്ക കൊണ്ട് ഇതുണ്ടല്ല, ചക്ക കൊണ്ട് ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കണത്. അത് പിന്നെ ഉണ്ടാക്കാം നമുക്ക്. അത് പലഹാരല്ലേ? പണ്ടത്തെ പലഹാരം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.